ഇന്ന് തിരിച്ചു വന്ന് ഗേറ്റിന് മുമ്പിൽ നിർത്തി 2 ഹോൺ അടിച്ചപ്പോഴാണ് ഇന്ന് ഗേറ്റ് തുറക്കാൻ ആരുമില്ല എന്നുള്ള നഗ്ന സത്യം എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ തന്നെ ബൈക്കിൽ നിന്ന് ഇറങ്ങി കീ ഇട്ട് ആ ഗേറ്റ് അങ്ങ് തുറന്നു. പിന്നീട് ബൈക്ക് നിർത്തി ആരും കാണാതെ ഞാൻ തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്തു. അടുത്ത പരിപാടി നമ്മുടെ വാതിൽ തുറക്കലാണ്. ഇനി ഹെൽമെറ്റ് താഴെ വെച്ചിട്ടാണ് ബാക്കി പരിപാടി. ഓഫീസിൽ നിന്ന് വന്ന സ്ഥിതിക്ക് യൂണിഫോം മാറാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാലും കൊണ്ട് മഞ്ഞ ഷർട്ട് ഇട്ടിട്ട് ഞാൻ ആള് മാറി. കാല് കഴുകാന്ന് പറഞ്ഞ് പുറത്തുള്ള പൈപ്പിനെ തുറന്നു നോക്കിയപ്പോഴാണ് ആ പൈപ്പ് എന്നെ പറ്റിച്ചത്. അതിൽ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പിന്നെ പുറത്തുള്ള വാഷ് ബേസിൽ നിന്ന് മോൻ കഴുകാന്ന് വെച്ചിട്ട് പൈപ്പിന് ടാപ്പ് തുറന്നപ്പോൾ ഭാഗ്യത്തിന് ഈ ഒരു പൈപ്പ് എന്നെ പറ്റിച്ചില്ല. പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. രാവിലെ ചോറുണ്ടാക്കിയപ്പോൾ വെള്ളം കൂടിപ്പോയതിന് ഞാൻ അതിനെ കമഴ്ത്തി ഊറ്റാൻ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. രാവിലെ ഉണ്ടാക്കി വെച്ച ഉപ്പേരി അങ്ങനെ തന്നെ ഉണ്ട്, യാതൊരു കേടുമില്ല. ചോറിന്റെ കൂടെ കഴിക്കാൻ അമ്മ ഒരു അടാർ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ അതിനും എടുത്തു. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് തുറന്ന് ആദ്യം തൈരെടുത്തു. അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന രാവിലെ ഉണ്ടാക്കി വെച്ച വെള്ളപ്പയർ കറിയെടുത്തു. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി സമൃദ്ധമായ ഒരു ഉച്ചഭക്ഷണം പാസാക്കി. ഉച്ചയോർക്കം നന്നല്ലെന്ന് വെച്ച് എന്തെങ്കിലും വായിക്കാന്ന് വെച്ചാൽ ഈ പുസ്തകമൊക്കെ ഞാൻ വായിച്ചു തീർത്താണ്. അപ്പോഴാണ് എന്റെ ഭാര്യ മറന്നു വെച്ച ഒരു തകഴിയുടെ പുസ്തകം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തത്. പിന്നീട് ഒട്ടും വായിച്ചില്ല, തപ്പിപ്പിടിച്ച് ആ ഒരു പുസ്തകം എടുത്തു. അങ്ങനെ സമാധാനത്തോടു കൂടി ഞാൻ ഒരു പുസ്തകം വായിച്ചു. അതിനുശേഷം ഉച്ചരയായതോടുകൂടി ഞാൻ എന്റെ ബെഡ് പിടിച്ചു.